ഹലോ, മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആവറേജ് എന്ന ടോപ്പിക്കാണ്. ന്യൂമറിക്കൽ എബിലിറ്റിയിൽ ആവറേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ്. നമ്മുടെ എക്സാമിന് 1 to 2 ക്വസ്റ്റ്യൻസ് വരെ നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. അതുമാത്രമല്ല വളരെ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കും കൂടിയാണ് ആവറേജ്. സോ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാതെ തന്നെ നമുക്ക് ഡിസ്കഷനിലേക്ക് കിടക്കാം. സോ ആദ്യം തന്നെ ആവറേജ് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ആവറേജ് എന്ന് വെച്ചാൽ നമുക്ക് ശരാശരി എന്ന് പറയാം, മലയാളത്തിൽ ശരാശരി എന്ന് പറയാം. സോ ഓക്കെ, ആവറേജിന് ആദ്യം തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫോർമുല നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സോ ഇപ്പോൾ നമ്മൾ പറയുകയാണ്, ഒരു 5 സ്റ്റുഡൻസിൻ്റെ മാർക്ക് നമുക്ക് തന്നിട്ടുണ്ടെന്നിരിക്കട്ടെ. 5 സ്റ്റുഡൻസിൻ്റെ മാർക്ക് ഔട്ട് ഓഫ് 100. ഇപ്പോൾ ഒരാൾക്ക് 60, ഒരാൾക്ക് 80, ഒരാൾക്ക് 30, ഒരാൾക്ക് 20, ഒരാൾക്ക് 75. ഇങ്ങനെ ഡിഫറെൻറ്റ് മാർക്ക് നമുക്ക് തന്നിട്ടുണ്ട്. 5 സ്റ്റുഡൻസിൻ്റെ ഡിഫറെൻറ്റ് മാർക്ക്സ് തന്നിട്ടുണ്ട്. സോ നമുക്ക് പറയാം, ഓക്കെ 5 സ്റ്റുഡൻസിന് ഇതൊക്കെയാണ് മാർക്ക്, എന്നാലും ഒരു ശരാശരി മാർക്ക് ഇവരുടെ എല്ലാം കൂടെ ഒരു ആവറേജ് മാർക്ക് എത്രയാണെന്ന് ചോദിക്കാറുണ്ട് നോർമലി. അപ്പോൾ അതാണ് ആവറേജ് കൊണ്ട് മീൻ ചെയ്യുന്നത്. സോ ഈ ആവറേജ് കണ്ടുപിടിക്കാൻ ഒരു ഇമ്പോർട്ടൻറ്റ് ഫോർമുലയുണ്ട്. നമ്മളെല്ലാം കുഞ്ഞിലെ തന്നെ പഠിക്കുന്ന ഒരു ഫോർമുലയാണ്. ആവറേജ് ഈക്വൽ ടു സം ഓഫ് ഒബ്സർവേഷൻ ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ എന്നുള്ളത്. അതായത് തന്നിരിക്കുന്ന ഒബ്സർവേഷൻ എല്ലാം കൂടെ ആഡ് ചെയ്ത് അത് എത്ര എണ്ണമുണ്ടോ അത് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഈ ഒരു ക്വസ്റ്റ്യനിൽ ഞാൻ പറഞ്ഞ എക്സാമ്പിളിൽ ഇവിടെ തന്നിരിക്കുന്ന ഒബ്സർവേഷൻ, അതായത് ഈ 5 സ്റ്റുഡൻസിൻ്റെ മാർക്കായ 60, 80, 30, 20, 75 ഇത്രയും കൂടെ ആഡ് ചെയ്യുക. ആഡ് ചെയ്തിട്ട് എത്ര സ്റ്റുഡൻസ് ഉണ്ട്, അതായത് നമ്പർ ഓഫ് ഒബ്സർവേഷൻ. ഇവിടെ 1, 2, 3, 4, 5 നമ്മൾ പറഞ്ഞു there are 5 സ്റ്റുഡൻസ്. സോ ഈ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് എന്ത്, ഒരു ആവറേജ്. ഈ ഒരു പ്രോബ്ലത്തിൻ്റെ, ഈ ഒരു എക്സാമ്പിളിൻ്റെ ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആവറേജ് മാർക്ക് എന്ന് പറഞ്ഞാൽ. അപ്പം ആവറേജിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫോർമുലയാണിത്. ആവറേജ് ഈക്വൽ ടു സം ഓഫ് ഒബ്സർവേഷൻ ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ എന്നൊരു ഫോർമുല നമ്മൾ ആദ്യമായിട്ട് ഓർത്തിരിക്കേണ്ട ഒരു ഫോർമുലയാണ്. സോ ഇനി ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ബേസിക്സ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, കുറച്ച് ഫോർമുലാസ് ഉണ്ട്. അപ്പോൾ ഈ ഫോർമുലാസ് ഒക്കെ അറിഞ്ഞിരുന്നാൽ നമുക്ക് വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് ആൻസർ കിട്ടും. പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള ഫോർമുലാസ് ഒന്നും അല്ല. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ആവറേജ് ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പർ n+1/2. അതായത് ആവറേജ് ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പർ എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളോട് ചോദിക്കുക ആവറേജ് ഓഫ് ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പർ, ആദ്യത്തെ 10 നാച്ചുറൽ നമ്പറിൻ്റെ ആവറേജ് കണ്ടുപിടിക്കാൻ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്ത് ചെയ്താൽ മതിയടാ, ആ 10 നാച്ചുറൽ നമ്പറും കൂടെ ആഡ് ചെയ്തിട്ട് 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അതല്ലെങ്കിൽ നമുക്ക് ഇതങ്ങ് പഠിച്ചു വെച്ചാൽ മതി, n+1/2. അതായത് ഇപ്പോൾ ലാസ്റ്റിലത്തെ നമ്പർ എത്രയാണ്, ഇപ്പോൾ 10 നാച്ചുറൽ നമ്പർ ആണെങ്കിൽ 10+1/2 ദാറ്റ് ഈസ് 10+1 11/2 ആയിരിക്കും. 11/2 അതായത് 5.5 ആയിരിക്കും എന്ത്, അവിടുത്തെ ഒരു ആദ്യത്തെ ഫസ്റ്റ് n നാച്ചുറൽ നമ്പറിൻ്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ. ഇനി സെക്കൻഡ് അതേപോലെ ആവറേജ് ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പർ, അതായത് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് അപ് ടു n നാച്ചുറൽ നമ്പറിൻ്റെ സ്ക്വയേഴ്സിൻ്റെ ആവറേജ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ n+1 ഇൻറ്റു 2n+1 ഡിവൈഡഡ് ബൈ 6 കണ്ടുപിടിക്കാം. എന്താണ്, n+1 ഇൻറ്റു 2n+1 ഡിവൈഡഡ് ബൈ 6 കണ്ടുപിടിക്കാം. ഇനി അടുത്തതായിട്ട് ആവറേജ് ഓഫ് ക്യൂബ്സ് ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പർ, ആദ്യത്തെ n നാച്ചുറൽ നമ്പറിൻ്റെ ക്യൂബ്സിൻ്റെ ആവറേജ്, അതായത് 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് 3 ക്യൂബ്, അങ്ങനെ n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ക്യൂബിൻ്റെ ആവറേജ് കണ്ടുപിടിക്കാനാണെങ്കിൽ അവിടുത്തെ ഇക്വേഷൻ എന്താണ്, n ഇൻറ്റു n+1 ഇൻറ്റു 2/4. ഇത് ആക്ച്വലി പറയുന്നത് n ഇൻറ്റു n+1 ഇൻറ്റു 2/4 ഇങ്ങനെയാണ് നമ്മൾ ഇതിനെ എഴുതുന്നത്. ഓക്കെ, സോ n ഇൻറ്റു n+1 ഇൻറ്റു 2/4. ഇനി ആവറേജ് ഓഫ് ഫസ്റ്റ് n ഈവൺ നമ്പേഴ്സ്, അതായത് ഈവൺ നമ്പേഴ്സ് എന്താണെന്ന് നമുക്കറിയാമല്ലോ, 2, 4, 6 അങ്ങനെ ആദ്യത്തെ n ഈവൺ നമ്പേഴ്സിൻ്റെ ആവറേജ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, നമുക്ക് ലാസ്റ്റ് ഈവൺ നമ്പർ, അതായത് എത്ര ഈവൺ നമ്പർ കണ്ടുപിടിക്കണോ അതിൻ്റെ ലാസ്റ്റ് ഈവൺ നമ്പറിൻ്റെ കൂടെ 2 ആഡ് ചെയ്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് ലാസ്റ്റ് ഈവൺ നമ്പർ +2 ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും,
എന്ത് ആവറേജ് ഓഫ് ഫസ്റ്റ് n ഇവൻ നമ്പേഴ്സ് കിട്ടും. ഓക്കെ, ഇനി ആവറേജ് ഓഫ് ഫസ്റ്റ് n ഓഡ് നമ്പേഴ്സ് ആണെങ്കിലോ ഇതേപോലെ തന്നെ, പക്ഷേ ലാസ്റ്റ് ഓഡ് നമ്പർ +1/2 ആയിരിക്കും. ലാസ്റ്റ് ഓഡ് നമ്പർ +1/2 ആയിരിക്കും. ഇനി ആവറേജ് ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഫസ്റ്റ് n ഇവൻ നമ്പേഴ്സ്, അതായത് ആദ്യത്തെ n ഇവൻ നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സിന്റെ ആവറേജ്, ദാറ്റ് ഈസ് 2² + 4² + അങ്ങനെ ഇവൻ നമ്പറിന്റെ സ്ക്വയറിന്റെ ആദ്യത്തെ ഒരു n എടുക്കുകയാണെങ്കിൽ അതിന്റെ ആവറേജ് കണ്ടുപിടിക്കാൻ പറഞ്ഞാലുള്ള ഫോർമുല ഇതായിരിക്കും. 2n × n+1 × 2n+1 / 3. ഏതാണ്? 2n × n+1 × 2n+1 / 3. ഇനി അടുത്ത എന്താണ്? ആവറേജ് ഓഫ് സ്ക്വയേഴ്സ് ഫസ്റ്റ് n ഓഡ് നമ്പേഴ്സ്, അതിൻ്റെ എന്താണ്? 2n+1 × 2n - 1 / 3. എന്താണ്? 2n+1 × 2n - 1 / 3. ഇതൊക്കെയായിരിക്കും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട വളരെ ചുരുക്കം ഫോർമുലാസ് എന്ന് പറഞ്ഞാൽ. അപ്പം നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ ചെയ്യുമ്പം ഈ ഒരു ഫോർമുലാസ് നമ്മൾ ഓർത്തിരിക്കുകയാണെങ്കിൽ വളരെ എളുപ്പമായിരിക്കും. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കാം. ഫൈൻഡ് ദ ആവറേജ് ഓഫ് ഫസ്റ്റ് 50 നാച്ചുറൽ നമ്പേഴ്സ്. അതായത് ആദ്യത്തെ 50 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ആവറേജ് കണ്ടുപിടിക്കാനാണ്. നമ്മൾ ഓൾറെഡി ഒരു ഫോർമുല പഠിച്ചു വെച്ചിട്ടില്ലേടാ? ആവറേജ് ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ഫോർമുല നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. എന്താണ് ആവറേജ് ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ഫോർമുല? n+1/2. ഓക്കെ, സോ ഇവിടെ അതിന് പകരം 50 ചോദിച്ചേക്കുന്നതല്ലേ ഉള്ളൂ. ഈ എന്നിന് പകരം 50 ചോദിച്ചേക്കുന്നു. സോ ഫസ്റ്റ് 50 നാച്ചുറൽ നമ്പർ ആകുമ്പോൾ അതെന്ത് ചെയ്താൽ മതി? എന്നിന് പകരം 50 കൊടുക്കുക. 50 + 1/2, ദാറ്റ് ഈസ് 51/2 എന്ന് പറഞ്ഞാൽ എന്താടാ? 25.5 ആണ് നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ. വളരെ എളുപ്പമല്ലേ? അപ്പോൾ ഇത്രയും ഫോർമുലാസ് ഒന്ന് ഓർത്തിരുന്നാൽ നമുക്ക് വളരെ സെക്കൻഡ്സ് കൊണ്ട് തന്നെ എന്ത് ചെയ്യും? ആൻസർ നമുക്ക് കിട്ടും. ഇനി അടുത്ത യൂഷ്വലി വരാറുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് വെയിറ്റ് ആൻഡ് ഹൈറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ. അതിൻ്റെ ഏതൊക്കെ തരം ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാറുള്ളത് എന്ന് ഞാൻ പറയാം. അതായത് ഇപ്പം ഡിഫറെൻറ്റ് നമ്പർ ഓഫ് പീപ്പിൾ ഹാവിങ് ഡിഫറെൻറ്റ് വെയ്റ്റ്സ്. പല ആൾക്കാർക്കും പല വെയിറ്റ് ആയിരിക്കും ഉള്ളത്. സോ ഫസ്റ്റ് ഒരു ടൈപ്പ് നോക്കിക്കേ. ആവറേജ് വെയിറ്റ് ഓഫ് സർട്ടൈൻ ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ ഈസ് ഗിവൺ. ഇപ്പം കുറച്ച് ആൾക്കാരുടെ ആവറേജ് വെയിറ്റ് തന്നിരിക്കും. ഔട്ട് ഓഫ് ടോട്ടൽ പീപ്പിൾ ആവറേജ് വെയിറ്റ് ഓഫ് സം ഈസ് ഗിവൺ. സോ ആ മൊത്തത്തിലുള്ള ആൾക്കാരുടെ കുറച്ച് ആൾക്കാരുടെ ആവറേജ് വെയിറ്റ് തന്നിരിക്കും. ആവറേജ് ഓഫ് ദ റെസ്റ്റ് ഓഫ് ദ നമ്പർ ഓഫ് പീപ്പിൾ ഹാസ് ടു ബി ഫൗണ്ട്. അതായത് ഇപ്പോൾ ഒരു 10 പേരുണ്ടെങ്കിൽ 10 പേരുടെ ആവറേജും ആക്ച്വലി തന്നിരിക്കും. അതുകൂടാതെ 8 പേരുടെ ആവറേജും തന്നിരിക്കും. നമ്മൾ ആ ബാക്കി 2 പേരുടെ ആവറേജ് കണ്ടുപിടിക്കണം. ഓക്കെ, 2 പേരുടെ വെയിറ്റിൻ്റെ ആവറേജ് കണ്ടുപിടിക്കണം. അങ്ങനത്തെ ഉള്ള ക്വസ്റ്റ്യൻ യൂഷ്വലി ചോദിക്കാറുണ്ട്. ഇനി മിസ്കാൽക്കുലേഷൻ ഓർ മിസ്പ്ലേസ്മെന്റ് ഓഫ് വെയിറ്റ്. ഇപ്പോൾ 10 പേരായിരുന്നു ആ ഗ്രൂപ്പിലുണ്ടായിരുന്നത്. പക്ഷെ 8ാമത്തെ ആളുടെ വെയിറ്റ് 20 കിലോ ആയിരുന്നു. പക്ഷെ നമ്മൾ 15 കിലോ എന്നാണ് കൂട്ടിയത്. ഇപ്പോൾ കിലോ എത്ര എന്നൊന്നും നിങ്ങൾ നോക്കണ്ട. ഓക്കെ, കൂട്ടിയത്. അപ്പോൾ അങ്ങനെ മിസ്പ്ലേസ്മെൻറ്റ് ചെയ്തു അല്ലെങ്കിൽ മിസ്കാൽക്കുലേഷൻ ചെയ്തു. അത്തരം പ്രോബ്ലംസും വരാറുണ്ട്. അല്ലെങ്കിൽ ഡിഫറെൻറ്റ് നമ്പർ ഓഫ് പീപ്പിൾ ഹാവിങ് ഡിഫറെൻറ്റ് ഹൈറ്റ്സ്. ഇനി ആവറേജ് ഹൈറ്റ് ഓഫ് സർട്ടൻ, നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഹൈറ്റിൻ്റെ കേസിൽ, അതേപോലെ തന്നെ മിസ്കാൽക്കുലേഷൻ ഓഫ് ഹൈറ്റ്, ഇങ്ങനെ പറഞ്ഞ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ വെയിറ്റും ഹൈറ്റും ബേസ് ചെയ്ത് മാത്രം നമുക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എങ്ങനെ നമുക്ക് ഈസി സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു തരാം. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഔട്ട് ഓഫ് ടോട്ടൽ ഓഫ് 10 സ്റ്റുഡൻസ്, ആവറേജ് വെയിറ്റ് ഓഫ് 9 സ്റ്റുഡൻസ് ഈസ് 60 kg. Weight of the 10th students is 9 kg more than the average weight of all the 10 students. Then weight of 10th student would be. അതായത് ഒരു 10 സ്റ്റുഡൻസ് എന്ത് ഉണ്ട്? ടോട്ടലി ഉണ്ട്. അതിനകത്ത് 9 സ്റ്റുഡൻസിൻ്റെ ആവറേജ് വെയിറ്റ് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ടടാ? 60 kg ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി വെയിറ്റ് ഓഫ് 10th സ്റ്റുഡൻറ്റ്, ഈ 9ാമത്തെ ഈ ഒറ്റ ഒരു സ്റ്റുഡൻറ്റിൻ്റെ വെയിറ്റ് എന്താ പറഞ്ഞിട്ടുള്ളത്? ഈസ് 9 kg മോർ ദാൻ ദ ആവറേജ് വെയിറ്റ് ഓഫ് ഓൾ ദ 10 സ്റ്റുഡൻസ്. അതായത് മൊത്തത്തിൽ ഉള്ള ഈ 10 സ്റ്റുഡൻസിൻ്റെ ആവറേജിനേക്കാളും 9 കൂടുതലാണ്. അപ്പം ഞാൻ ഈ ആവറേജ് വെയിറ്റ് ഓഫ് ദാറ്റ് ടോട്ടൽ സ്റ്റുഡൻസ്, അതായത് 10 സ്റ്റുഡൻസിൻ്റെ ആവറേജ് വെയിറ്റ്, അതിനെ ഞാൻ എന്തായിട്ട് എടുക്കുകയാണ്? ആവറേജ് വെയിറ്റ് ഓഫ് 10 സ്റ്റുഡൻസ് ഞാനിപ്പോൾ എക്സ് ആയിട്ട് എടുക്കുകയെന്നിരിക്കട്ടെ. ഓക്കെ, ആവറേജ് വെയിറ്റ് ഓഫ് 10 സ്റ്റുഡൻസ് എക്സ് ആയിട്ട് ഇരിക്കുകയെന്നിരിക്കട്ടെ. എടാ, നമുക്കറിയാം ആവറേജ് എന്ന് വെച്ചാൽ എന്താണ്? സമ്മ് ബൈ ടോട്ടൽ നമ്പർ അല്ലേ? അതായത് അപ്പം സമ്മ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി?
സമ്മ് കണ്ടുപിടിക്കാൻ, അതായത് ആ 10 സ്റ്റുഡൻസിൻ്റെ വെയിറ്റിൻ്റെ സമ്മ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ഈ ആവറേജ് നമ്പറും കൂടി ഇൻറ്റു ചെയ്താൽ മതി അല്ലേ. അപ്പോൾ ഞാൻ ഇപ്പോൾ പറയാം ടോട്ടൽ വെയിറ്റ് ഓഫ് ദാറ്റ് 10 സ്റ്റുഡൻസ്. ടോട്ടൽ വെയിറ്റ് ഓഫ് 10 സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, ആവറേജും ഇപ്പം എന്താണ് എക്സ് ആണെങ്കിൽ നമ്പർ എത്ര നമ്പർ ഉണ്ട്, 10 സ്റ്റുഡൻസ് ആണെന്നറിയാം. അപ്പം 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പം 10 സ്റ്റുഡൻസ് പറയുമ്പോൾ 10x എന്ന് വരും. ആവറേജ് വെയിറ്റ് ഓഫ് ടോട്ടൽ വെയിറ്റ് ഓഫ് 10 സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ എന്ത് വരും, 10x എന്ന് വരും. എടാ ഇനി ആവറേജ് വെയിറ്റ് ഓഫ് 9 സ്റ്റുഡൻസ് ഇവിടെ തന്നിട്ടുണ്ട് 60 kg എന്ന്. അതായത് 9 സ്റ്റുഡൻസിൻ്റെ ആവറേജ് എത്ര എന്ന് പറഞ്ഞിട്ടുണ്ട്, 60 kg എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ആവറേജിന് പകരം ഞാൻ 60 ഇടാം. 60 ആവറേജ് എന്ന് പറയാൻ നമുക്ക് ടോട്ടൽ വെയിറ്റ് ഓഫ് 9 സ്റ്റുഡൻറ്റ് ബൈ നമ്പർ, അതായത് 9. അപ്പം വേണ്ടേ ഈ ടോട്ടൽ വെയിറ്റ് ഓഫ് 9 സ്റ്റുഡൻസ് നമുക്ക് എങ്ങനെ കിട്ടും, ഈ 9ഉം 60യും കൂടി ഇൻറ്റു ചെയ്താൽ കിട്ടത്തില്ലേ, ടോട്ടൽ വെയിറ്റ് ഓഫ് 9 സ്റ്റുഡൻസ് എന്ത് ചെയ്താൽ മതി, 9 × 60 ചെയ്താൽ മതി. 9 × 60 അതായത് 9 6 are 54, ദാറ്റ് ഈസ് 540 ആയിരിക്കും ഈ ആദ്യത്തെ 9 സ്റ്റുഡൻസിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ, ടോട്ടൽ വെയിറ്റ് എന്ന് പറഞ്ഞാൽ. ഇനി ഇവിടെ പറഞ്ഞിട്ടുള്ള പ്രകാരം എന്താണ്, 9ാമത്തെ ആളുടെ ഈ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ സ്റ്റുഡൻസിൻ്റെ ആവറേജിനേക്കാൾ 9 കൂടുതലാണ്. അതായത് ഈ 9ാമത്തെ വെയിറ്റ് ഓഫ് 10th സ്റ്റുഡൻറ്റ്, പത്താമത്തെ ആള് വെയിറ്റ് ഓഫ് 10th സ്റ്റുഡൻറ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇവിടെ x+9 ചെയ്താൽ മതി. അതായത് ആവറേജ് വെയിറ്റ് ഓഫ് 9 സ്റ്റുഡൻറ് ഇവിടെ പറഞ്ഞിട്ട് 10th സ്റ്റുഡൻസ് ഈസ് 9 kg മോർ ദാൻ ആവറേജ് വെയിറ്റ് ഓഫ് ഓൾ ദ 10 സ്റ്റുഡൻസ്. അപ്പം വെയിറ്റ് ഓഫ് 10th സ്റ്റുഡൻറ് എന്താണ്, x+9 ആണ്. ഇനി അക്കോർഡിംഗ് ടു ദ ക്വസ്റ്റ്യൻ ഞാൻ ഈ ഫിഗർ ഒന്ന് വായിക്കുകയാണ്. ഓക്കെ, അക്കോർഡിംഗ് ടു ദ ക്വസ്റ്റ്യൻ നമുക്ക് എന്തറിയാം, നമുക്കറിയാം എന്താണ് അക്കോർഡിംഗ് ടു ദ ക്വസ്റ്റ്യൻ നമുക്കറിയാം ആദ്യത്തെ 9 ആളുകളുടെ വെയിറ്റ് എന്ന് പറഞ്ഞപ്പോൾ എത്ര കിട്ടിയത്, നമുക്ക് 540 കിട്ടി. ഈ 540 അതായത് ടോട്ടൽ ആളുകളുടെ വെയിറ്റ് എത്രയാണ്, 10x അല്ലേ. ടോട്ടൽ ആളുകളുടെ വെയിറ്റ് 10x. അതിനകത്തുനിന്ന് ഈ അവസാനത്തെ 10ാമത്തെ ആളുടെ വെയിറ്റ്, അതായത് ഈ x+9 കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടുവിടാ, ഈ 9 ആൾക്കാരുടെ വെയിറ്റ് കിട്ടും. അതായത് എത്രയാണത്, 540. അതായത് ഇത് ചെയ്യുമ്പോൾ 10x - x+9, അതായത് 10x - x -9 = 540 എന്ന് കിട്ടും. അതായത് ഇപ്പം കിട്ടിയേക്കുന്ന എന്താണ്, 9x = 9x എന്ന് പറഞ്ഞാൽ 549 ആയിട്ട് കിട്ടി. അതിനകത്തുനിന്ന് എക്സിൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി, 61 kg കിട്ടി. അതായത് 10ാമത്തെ സ്റ്റുഡൻറ്റിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ എല്ലാവരുടെയും കൂടെ ആവറേജാണ്. അപ്പോൾ 10ാമത്തെ സ്റ്റുഡൻറ്റിൻ്റെ വെയിറ്റ് അല്ലേ ഇവിടെ ചോദിച്ചേക്കുന്നത്, അതായത് x+9 അല്ലേ. അപ്പം എക്സ് എന്ന് പറയുമ്പോൾ 61 + 9 70 kg ആയിരിക്കും 10ാമത്തെ സ്റ്റുഡൻറ്റിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ഈ ഒരു ഐഡിയ വെച്ച് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടെ ഒന്ന് റിപ്പീറ്റ് അടിച്ച് കണ്ടു നോക്കുക. ഓക്കെ, സോ ഇനി നമുക്ക് നോർമലി കാണാറുള്ള ക്വസ്റ്റ്യൻ ആണ് ഡിഫറെൻറ്റ് മാർക്സ് ഇൻ ഡിഫറെൻറ്റ് സബ്ജക്ട് ബേസ്ഡ്. അതായത് നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെ, അതായത് ഒരു സ്റ്റുഡൻറ്റിന് മാർക്ക് കിട്ടിയ മാർക്സാണ് ABCDE ഇൻ 5 സബ്ജക്ട്. അതായത് അപ്പോൾ ടോട്ടൽ മാർക്സ് എന്ത് കിട്ടും, A+B+C+D+E. ടോട്ടൽ നമ്പർ ഓഫ് സബ്ജക്റ്റ് എന്താണ്, 5 ആണ്. അപ്പോൾ ആവറേജ് മാർക്ക് നമുക്കറിയാം ടോട്ടൽ മാർക്ക് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് സബ്ജക്റ്റ് ആയിരിക്കും ആവറേജ് മാർക്ക് എന്ന് പറഞ്ഞാൽ. അതായത് ഈ എയും ബിയും സിയും ഡിയും കൂടെ ആഡ് ചെയ്യുക, A+B+C+D+E ആഡ് ചെയ്തിട്ട് എത്ര സബ്ജക്റ്റ് ഉണ്ടോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ ആവറേജ് മാർക്ക് കിട്ടും. അത് നമ്മൾ നോർമലി ചെയ്യുന്ന കാര്യമാണ്. ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ, ടോട്ടൽ മാർക്സ് ഒബ്റ്റെയിൻഡ് ബൈ 6 സ്റ്റുഡൻസ് ഇൻ ഇംഗ്ലീഷ് ആർ ഇങ്ങനെ തന്നിട്ടുണ്ട്, ഫൈൻഡ് ദെയർ ആവറേജ് മാർക്ക്. എന്ത് ചെയ്താൽ മതി, ഈ മാർക്ക് എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് 6 കൊണ്ട് എന്ത് ചെയ്യാൻ മതി, ഡിവൈഡ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് 65 + 75 + 65 + 55 + 80 + 9 90 ഡിവൈഡഡ് ബൈ എത്ര സ്റ്റുഡൻസ് ഉണ്ട്, 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ആയിരിക്കും എന്ത്, ആവറേജ് മാർക്ക് എന്ന് പറഞ്ഞാൽ. ആവറേജ് മാർക്ക് എന്ന് പറഞ്ഞാൽ അതായിരിക്കും. ഫോർ എക്സാമ്പിൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ
സമ്മ് കിട്ടുന്നത് 430 ആണ്. അതായത് 430/6 വരുമ്പം 71.6 ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത് ആവറേജ് മാർക്കായിട്ട് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ. അപ്പം ആവറേജ് മാർക്ക് എന്താണ് 71.6 ആണ്. സോ ഇത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും യൂഷ്വലി വരാറുണ്ട് മാർക്സ് റിലേറ്റ് ചെയ്ത്. അപ്പം വെയ്റ്റും ഹൈറ്റും റിലേറ്റ് ചെയ്ത് വരാറുണ്ട്, മാർക്സ് റിലേറ്റ് ചെയ്ത് വരാറുണ്ട്, പിന്നെന്താണ്